മധ്യപൂർവേഷ്യയിലെ സംഘർഷ വാർത്തയിലേക്ക് തന്നെയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ന് മെറിൻ മേരി ചാക്കോ തുടരുന്നുണ്ട്. മെറിൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അമേരിക്ക കൂടുതൽ സൈനികരെ മധ്യപൂർവേഷ്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ ആളുകൾ വെച്ചു പുലർത്തുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ നടപടി, ഫ്രാൻസിന്റെ നടപടി, കഴിഞ്ഞ ദിവസം നോക്കൂ, ഈ യുദ്ധത്തിൽ അല്പമെങ്കിലും ഇറാന് അനുകൂലമായ നിലപാടെടുത്ത സ്പെയിനോട് പോലും വലിയ മോശമായ സമീപനത്തിലേക്ക് അമേരിക്ക പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് അമേരിക്ക നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം ഈ യുദ്ധം അത് അല്പം നീണ്ടുപോയാലും തങ്ങൾ ആഗ്രഹിച്ച ഭരണകൂട മാറ്റം അത് സാധ്യമാക്കിയ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സൈനിക നടപടി അമേരിക്ക കൂടുതൽ ആളുകളെ മധ്യപൂർവേഷ്യയിലേക്ക് എത്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്? കരയാക്രമണത്തിലേക്ക്, കരയുദ്ധത്തിലേക്ക് പോകുന്നു എന്നു വേണമോ വിലയിരുത്താൻ? ദിൽന, മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ അഡ്മിറൽ ബ്രാഡ് കൂപ്പറാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാനിൽ നടത്തിയ സൈനിക നടപടികളുടെ വിവരണം കൂടെ, കൂടുതൽ വിശദാംശങ്ങൾ കൂടെ ഇപ്പോൾ സെൻകോം പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ പ്രധാനമായും ഇറാനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. 17 കപ്പലുകൾ തകർത്തു, അത്യാധുനിക മുങ്ങിക്കപ്പലിൽ തകർത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ സെൻകോം പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ 2000-ഓളം ലക്ഷ്യകേന്ദ്രങ്ങൾ തകർത്തതായിട്ടും പറയുന്നുണ്ട്. 2000-ലധികം ആയുധങ്ങളാണ് ഇറാനിൽ പ്രയോഗിക്കേണ്ടി വന്നത്. 100 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന് ചെലവഴിച്ച സമയമെന്നും ബ്രാഡ് കൂപ്പർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇറാന്റെ ഒരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അതിന്റെ പ്രത്യാക്രമണ തിരിച്ചടിക്കാനുള്ള ശേഷി കുറഞ്ഞു വരികയാണെന്നും ബ്രാഡ് കൂപ്പർ ഇപ്പോൾ വിശദീകരിച്ചു. ഇറാൻ ഈ ഒരു പ്രത്യാക്രമണത്തിന് 500 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു, 2000-ഓളം ഡ്രോണുകളും ഉപയോഗിച്ചു എന്നും ഇപ്പോൾ US സെൻകോം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അഡ്മിറൽ ബ്രാഡ് കൂപ്പറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ സൈനിക നടപടി കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ലക്ഷ്യം കാണും വരെ യുദ്ധം തുടരും, അല്ലെങ്കിൽ ആ ഒരു സൈനിക നീക്കം തുടരും എന്ന് തന്നെയാണ് നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. അത് സാധൂകരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ബ്രാഡ് കൂപ്പറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ അമേരിക്കയുടെ സൈനിക നീക്കത്തിന് പിന്തുണ നൽകാത്ത UK-ക്കെതിരെയും അതുപോലെ തന്നെ സ്പെയിനെതിരെയും കടുത്ത നടപടികൾ തന്നെയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ സ്പെയിനിന് തന്നെ എല്ലാ വ്യാപാര ബന്ധവും നിർത്തിവെക്കാൻ, അത് കട്ട് ഓഫ് ഓൾ ഡീലിംഗ്സ് എന്നാണ് പറഞ്ഞത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനോട് പറഞ്ഞത് സ്പെയിനുമായിട്ടുള്ള എല്ലാ ഡീലിംഗ്സും കട്ട് ചെയ്യണം എന്ന് തന്നെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൽ സ്പെയിൻ മറുപടി നൽകിയത്, ഞങ്ങളുടെ രാജ്യത്തിന് അത് സർവൈവ് ചെയ്യാനുള്ള എല്ലാ ശേഷിയുമുണ്ട്, അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടെന്നാണ് പെട്രോ സാഞ്ചസ് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു നീക്കം ഏറ്റവും അപകടകരമായ ഒരു സൈനിക നടപടി എന്ന് തന്നെയാണ് സ്പെയിൻ അക്കാര്യത്തിൽ പ്രതികരിച്ചത്. UK-ക്ക് അതുപോലെ തന്നെ കെയർ സ്റ്റാമർക്കെതിരെയും രൂക്ഷ വിമർശനം തന്നെ ഉണ്ടായിരുന്നു. അതിൽ കെയർ സ്റ്റാമറിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, ഇറാഖ് ചെയ്ത ഒരു തെറ്റ് ആവർത്തിക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അത്തരത്തിലൊരു സൈനിക നടപടിയെ പിന്തുണയ്ക്കാനാകില്ല എന്ന് പറയുന്നു. അതിനോടെല്ലാം തന്നെ കടുത്ത നിലപാട് തന്നെയാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് ഇപ്പോൾ പറയുന്നത്, ഈ സൈനിക നടപടികൾ അമേരിക്കയിലെ ഇറാൻ സമൂഹം അത് സ്വാഗതം ചെയ്തു. അവരുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ സന്തോഷകരമായി തന്നെ അവർ വെൽക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഇറാനിലെ അമേരിക്കയുടെ സൈനിക നീക്കത്തെ 27% പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അത് ആ ഒരു സംബന്ധിച്ച ചോദ്യം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ പോളിംഗ്, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ എൻ്റെ ശ്രദ്ധ അതിലൊന്നുമല്ല, ശരിയായത് ചെയ്യാൻ മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്, അത് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്നും ട്രംപ് പറയുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ലക്ഷ്യം കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇറാനിൽ ഭരണമാറ്റവും അതുപോലെ തന്നെ ഇറാന്റെ നിരായുധീകരണവും, ആണവ പദ്ധതികൾ അല്ലെങ്കിൽ ഇറാനെ ഒരു ആണവ രാജ്യമല്ലാതാക്കി മാറ്റുക, ആണവ ശേഷി ആ ഒരു മേഖലയ്ക്ക് തന്നെ ഇറാന്റെ കൈവശം ആണവ ശേഷിയുള്ളത് ആ ഒരു മേഖലയ്ക്ക് തന്നെ അപകടകരമാണ്. ലോക രാജ്യങ്ങൾക്ക് അത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ്, യുദ്ധം തുടരുമെന്ന നിലപാടിൽ തന്നെ എന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ തടയരുതെന്ന് ഇപ്പോൾ ചൈന ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം ചൈനയുടെ LNGയുടെ 80% വരുന്നത് ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് വരുന്ന ഈ ഒരു കപ്പലുകൾ തടയരുതെന്ന് ഇപ്പോൾ ചൈന ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലും 250ഓളം കപ്പലുകളാണ് അവിടെ
കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാന ഒരു കപ്പൽ പാതയാണ്. അത് എണ്ണവിലയും മാത്രമല്ല രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടെ തന്നെയാണ്. അപ്പോൾ ഇറാനിൽ അത്യന്തം മാസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ 75 ലക്ഷം കോടിയിലധികം രൂപയുടെ ഒരു ചിലവ് തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് കടുത്ത ഒരു കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനിയെ വധിച്ചത് തന്നെ ഇറാനിലെ ട്രാഫിക് സംവിധാനങ്ങളിലെ ട്രാഫിക്കുകൾ സിഗ്നലുകളിലെ ക്യാമറകൾ നിരീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഖമനയുടെ ഓഫീസിലെ മുമ്പിലുള്ള മൊബൈൽ ടവറുകളുടെ ക്യാമറകളെല്ലാം തന്നെ ടവറുകൾ കേന്ദ്രീകരിച്ചും അവർ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെയാണ് ഖമനിയെ വധിച്ചത്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവർ യോഗം ചേരാറുണ്ട്. അവിടെയെല്ലാം കൃത്യമായി തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്ന് നിരീക്ഷിച്ചിരുന്നു. മാത്രമല്ല ഖമനിയുടെ ബോഡി ഗാർഡ്സ് വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, അവർ ഏതെല്ലാം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും തുടങ്ങിയതെല്ലാം ഈ മൊസാദും സിഐയും കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഖമനയെ വധിച്ചതെന്നും അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ തന്നെയാണ് അമേരിക്ക നീങ്ങുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 75 ദശലക്ഷം കോടിയിലധികം ചെലവാക്കിയുള്ള ഈ ഒരു നീക്കത്തിന് അമേരിക്കയ്ക്ക് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്. അതേ ലക്ഷ്യത്തോടെ അമേരിക്ക ആ ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ലെന്ന് അമേരിക്കയും പറയുന്നു. ഇസ്രായേലും സംയുക്തമായി തന്നെ അതിൽ കൂടെയുണ്ട്. അതിൽ വിയോജിക്കാത്ത അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത രാജ്യങ്ങളോട് അത്യന്തം കടുത്ത നിലപാടുകൾ തന്നെ സ്വീകരിച്ച് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ മിഡിൽ ഈസ്റ്റ് അശാന്തമായി തന്നെ തുടരുകയാണ്. ഓക്കെ മെറിൻ, എന്തായാലും ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിക്കടക്കം യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ ആക്രമണങ്ങളെ പ്രത്യാക്രമണങ്ങളിലൂടെ നേരിടാൻ സാധിക്കും എന്നുള്ള ഇറാന്റെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ സൈനിക ശേഷിയിലൊക്കെ അടക്കം വലിയ നാശം വിതയ്ക്കാനായി തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അമേരിക്കയുടെ അവകാശവാദം വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. മെറിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.